മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ CV ഗായത്രിക്ക് ദേവികുളം MLA A രാജയുടെ ഭീഷണി. കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയിൽ പ്രകോപിതനായാണ് MLA ഫോണിൽ ഭീഷണിപ്പെടുത്തിയത്. കയ്യും കാലും തല്ലിയൊടിക്കുമെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ അടിമേടിക്കുമെന്നും MLA ഭീഷണിപ്പെടുത്തുകയാണ്. ആര് പറഞ്ഞാലും അത് ജെനുവിനാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ അവരോട് പറഞ്ഞേക്കണം. മര്യാദയ്ക്ക് തന്നെ കയ്യും കാലും തല്ലി ഓടിക്കും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. സ്റ്റാഫുകളോട്, നടരാജൻ അടക്കമുള്ള ആളുകളോട് കേട്ടോ, ഇതുവരെ നമ്മൾ പറഞ്ഞ മാന്യമായിട്ടുള്ള ഭാഷയിലാണ് പറഞ്ഞത്. ആ മാന്യമായിട്ടുള്ള ഭാഷ കേൾക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്റെ അറിവില് അവരാരും തന്നെ ഞാൻ വരാതെ ഒരു സ്ഥലത്തും വന്ന് അവര് കേസുകൾ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലാതെ ഞാനല്ല പറയുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ആളാ പറയുന്നത്. കാശ് കൊടുത്തെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജോലി പിരിച്ചുവിടുവോ? പിരിച്ചുവിടാൻ എനിക്ക് അധികാരമല്ല. എനിക്ക് ഞാൻ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ല, ക്യാഷ് വാങ്ങി ആരാ സാർ പറയൂ. മൂന്ന് പേരും തന്നെ അവിടെ കൂടെ ഉള്ള 3 പേരും. 3 പേര് ആരേന്ന് വാങ്ങി കറക്റ്റ് വ്യക്തമായിട്ട് പറയൂ സാർ. പിന്നെ എന്തുകൊണ്ട് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല? വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഈ നാട്ടിൽ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കെട്ടിടവും ഉയർന്നു വരില്ല. കെട്ടിടത്തിൽ പണിത കെട്ടിടം സർക്കാർ കൊടുത്ത പട്ടയം വരെ ക്യാൻസൽ ആക്കുന്നു. എന്നിട്ട് നമ്മളിപ്പോ അങ്ങനെയൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കുവോ? പുതിയതായിട്ട് ആരെങ്കിലൊക്കെ പണിതുകൊണ്ടിരിക്കുവാണെങ്കിൽ പട്ടയം ലംഘിച്ചിട്ടാണ് അല്ലെങ്കിൽ വ്യവസ്ഥകൾ ലംഘിച്ചാണ് പണിയുന്നത്. കൊടുത്തതിന് ശേഷം അവർ പണിയുവാണെങ്കിൽ ബാക്കി നടപടികൾ സ്വീകരിക്കൂ. മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ CV ഗായത്രിയോടാണ് ഈ ഭീഷണി സംഭാഷണം MLA A രാജ നടത്തുന്നത്. ജെയിനസ് രാജു നമുക്കൊപ്പം വിവരങ്ങളുമായി ചെന്നുണ്ട്. ഞാനിപ്പോൾ ഇടുക്കിയിൽ നിന്ന് ഇത്തരം ഭൂവിഷയങ്ങളിലെ ജനപ്രതിനിധികളുടെ ഭീഷണി അത് പുതിയൊരു സംഭവമേ അല്ല. ആവർത്തിച്ച് എത്രയോ തവണ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ MM മണിയുടെ പ്രസംഗങ്ങൾ, പരസ്യമായ പ്രസംഗങ്ങളിൽ പോലും ഇത്തരം ഭീഷണികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പുതിയ MLA ആണ്, ചെറുപ്പക്കാരനാണ്. ഇങ്ങനെ പ്രകോപിതനാകാനുള്ള കാരണം എന്താണ് വിഷയം? രതീഷ്, മൂന്നാറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടയാൻ വേണ്ടി ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥയാണ് CV ഗായത്രി. മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാരാണ്. ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും അതിനുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥയാണ്. അവർ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. ഭൂസംരക്ഷണ സേനാംഗങ്ങൾ അടക്കമുള്ളവർ വിവിധയിടങ്ങളിൽ പോയി ഈ സ്റ്റോപ്പമോ കൊടുത്തിട്ടും വീണ്ടും തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അത് തടയും അല്ലെങ്കിൽ അത് ഇടിച്ചു പൊളിച്ച് കളയും എന്നവർ പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനെ തുടർന്നാണ് MLAയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ കൈയും കാലും തല്ലി ഒടിക്കും. അല്ലെങ്കിൽ നേരിട്ട് തഹസിൽദാരെ അല്ല, തഹസിൽദാരുടെ കീഴിലുള്ള മറ്റ് ജീവനക്കാരുണ്ട്. അവരാണ് ഈ വിവിധ സ്ഥലങ്ങളിലൊക്കെ പോയി കയ്യേറ്റമുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഉദ്യോഗസ്ഥരെ, ആ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യും അല്ലെങ്കിൽ കൈകാര്യം ചെയ്യും എന്ന ഒരു മുന്നറിയിപ്പാണ് MLA നൽകുന്നത്. MLA പറയുന്നത് ഈ 1-2 സെന്റിലും മറ്റുമൊക്കെ വീട് വയ്ക്കുന്ന ആളുകൾ അവിടെ മറ്റെന്തെങ്കിലും ഒരു എക്സെപ്ഷൻ നടത്തിയാൽ അവരെ ഭീഷണിപ്പെടുന്നു. പണമുണ്ടെങ്കിലേ കാര്യങ്ങൾ സാധിക്കാൻ കഴിയുകയുള്ളൂ. ബുൾഡോസർ വച്ച് ഇടിച്ചു കളയും. ഈ ചെറിയ വീടുകളുടെ കാര്യത്തിലുള്ള സംഭവങ്ങളാണോ? അങ്ങനെയൊക്കെ അവിടെ നടക്കുന്നുണ്ടോ? MLA ഇപ്പോൾ ഇടപെട്ട വിഷയം നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവിടെ പുറമ്പോക്ക് സ്ഥലം കയ്യേറി, അതായത് പട്ടയം ഭൂമിയുണ്ട്, പട്ടയത്തിന് പുറത്ത് പുറമ്പോക്ക് കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. അത് ഇവർക്കുണ്ട്. ഈ CV ഗായത്രിക്ക് മുമ്പുണ്ടായിരുന്ന തഹസിൽദാർ തന്നെ അത് തടഞ്ഞു. പക്ഷേ അതിനുശേഷവും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി വീണ്ടും മുന്നോട്ട് പോയി. ആ സമയത്താണ് ഉദ്യോഗസ്ഥർ വീണ്ടും എത്തി ഇത് തടയുന്ന നടപടികൾ ഉണ്ടായത്. ഇവിടെ മൂന്നാറിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ MLA സൂചിപ്പിക്കുന്നത് പോലെ ഒരു സ്റ്റോപ്പമോ കൊടുത്താൽ തീരുന്നതല്ല. കാരണം സ്റ്റോപ്പമോ കൊടുത്തെങ്കിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സ്റ്റോപ്പമോ നൽകിയിട്ടുണ്ട്. പക്ഷേ സ്റ്റോപ്പമോ ലംഘിച്ചുകൊണ്ട് വീണ്ടും ആ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി അവധി ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരു രീതി മൂന്നാറിൽ നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ കൃത്യമായി പറയുന്നത്, ഇത് നിങ്ങൾ പൊളിച്ചു മാറ്റുക, അല്ലെങ്കിൽ ഞങ്ങൾ സ്വയം ഇത് പൊളിച്ചു നീക്കുന്ന നടപടികളിലേക്ക് കടക്കും എന്ന മുന്നറിയിപ്പ് നൽകുന്നത്. സ്വാഭാവികമായി നിയമപരമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ്. പുറമ്പോക്ക് ഭൂമിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയാൽ അതിൽ ആ സ്ഥലം ഉടമയ്ക്ക് അല്ലെങ്കിൽ ആ നിർമ്മാണം നടത്തിയ ആൾക്ക് ഒരു ക്ലെയിമോ അവകാശപ്പെടാൻ ില്ല. പുറമ്പോക്കാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും നീക്കം ചെയ്യേണ്ടതാണ്. പുറമ്പോക്ക് സർക്കാർ ഭൂമിയാണ്. ആ സർക്കാർ ഭൂമി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ MLA ചൂണ്ടിക്കാട്ടുന്നത് കൈക്കൂലി വാങ്ങുന്നു ഈ ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ബോധ്യമുള്ള MLA അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. വിജിലൻസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാം, അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകാം.
കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും സംരക്ഷിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് തന്നെയാണ്. പക്ഷേ ആരാണ് കൈക്കൂലി നൽകിയതെന്ന കാര്യത്തിൽ തഹസിൽദാർ ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴും MLA അതിനകത്ത് കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ വന്ന വിശദീകരണത്തിൽ അക്കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.